രാഹുൽ ഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചേക്കുമെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. രാഹുൽ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കേസിൽ 751 കോടി രൂപയുടെ സ്വത്തുക്കൾ ED നേരത്തെ കണ്ടുകെട്ടിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 2022 ജൂണിൽ 4 തവണയായി ഏകദേശം 40 മണിക്കൂറോളം ED ഉദ്യോഗസ്ഥർ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തിരുന്നു. കേസിൽ 2022 ജൂലൈയിൽ 3 ദിവസങ്ങളിലായി 11 മണിക്കൂറോളമാണ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തത്. കേസ് അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനാൽ ഒരു തവണ കൂടി രാഹുലിനെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് ED അധികൃതർ ആലോചിക്കുന്നതായാണ് റിപ്പോർട്ട്. ലോക്സഭയിൽ കേന്ദ്ര ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ നടത്തിയ ചക്രവ്യൂഹ പ്രസംഗത്തിനിടെ ED തന്നെ ചോദ്യം ചെയ്യാൻ ആലോചിക്കുന്നതായി രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കായി താൻ കാത്തിരിക്കുകയാണെന്നാണ് രാഹുൽ എന്ന് പരിഹസിച്ചത്. ഇപ്പോഴിതാ രാഹുലിനെതിരെ മറ്റൊരു നീക്കം. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ബാക്കോപ്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം UK-യിൽ 2003 രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ ഡയറക്ടർമാരിലൊരാളും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധി എന്ന് അവകാശപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമി 2019 ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു. 2005 ഒക്ടോബർ 10-നും 2006 ഒക്ടോബർ 31-നും സമർപ്പിച്ച സ്ഥാപനത്തിൻ്റെ വാർഷിക റിട്ടേണുകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സ്വാമിയുടെ ആരോപണം. 2009 ഫെബ്രുവരി 17-ന് ബാക്കോപ്സ് ലിമിറ്റഡിൻ്റെ പിരിച്ചുവിടൽ അപേക്ഷയിലും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം വീണ്ടും ബ്രിട്ടീഷുകാരനാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 9-ൻ്റെയും 1955-ലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിൻ്റെയും ലംഘനമാണെന്നാണ് സ്വാമിയുടെ ആരോപണം. 2019 ഏപ്രിൽ 29-ന് ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയും വസ്തുത അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നായിരുന്നു ആവശ്യം. കത്ത് നൽകി 5 വർഷം കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് വ്യക്തതയില്ലെന്നാണ് BJP ആരോപിക്കുന്നത്. അതിനാലാണ് പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സുബ്രഹ്മണ്യം സ്വാമി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിനിടെ ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കിടയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് അനാദരവ് കാട്ടിയെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. പ്രതിപക്ഷ നേതാവിനെ പ്രോട്ടോകോൾ ലംഘിച്ച് അവസാന നിരയിൽ ഇരുത്തിയ സംഭവമാണ് ചർച്ചയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കമിട്ട ചടങ്ങിൽ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്കൊപ്പം രാഹുൽ ഗാന്ധി അവസാന നിരയിൽ ഇരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതോടെയാണ് വിവാദം ഉയർന്നത്. പ്രോട്ടോകോൾ പ്രകാരം 1-ാം നിരയിൽ പ്രതിപക്ഷ നേതാവിന് ഇരിപ്പിടം നൽകണമെന്നിരിക്കെ നടപടി അനാദരവാണെന്നാണ് പ്രധാന വിമർശനം. രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഹോക്കി ടീം ഫോർവേഡ് ഗുർജന്ത് സിംഗിൻ്റെ അരികിൽ ഇരിക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണാം. മനു ഭാക്കർ, സരബ്ജോത് സിംഗ് തുടങ്ങിയ ഒളിമ്പിക് മെഡൽ ജേതാക്കളായിരുന്നു മുൻനിരകളിൽ ഇരുന്നിരുന്നത്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ഹോക്കി ടീമിലെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, PR ശ്രീജേഷ് എന്നിവരും രാഹുൽ ഗാന്ധിക്ക് മുന്നിലിരിക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പ്രോട്ടോകോൾ അനുസരിച്ച് ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമായ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന് എല്ലായ്പ്പോഴും മുൻനിരയിൽ ഇരിപ്പിടം നൽകേണ്ടതാണ്. മുൻനിരയിൽ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൗഹാൻ, അമിത് ഷാ, H ജയശങ്കർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. മുൻനിര ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്ക് അനുവദിച്ചതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ അവസാന നിരയിലേക്ക് മാറ്റേണ്ടി വന്നതെന്നാണ് ബന്ധപ്പെട്ട മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിട ക്രമീകരണം സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് കാരണമായതിന് പിന്നാലെയായിരുന്നു വിശദീകരണം. സ്വാതന്ത്ര്യദിന പരിപാടിയുടെ നടത്തിപ്പും ഇരിപ്പിട പദ്ധതികൾ തയ്യാറാക്കലും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ചുമതലയാണ്. പ്രോട്ടോകോൾ പ്രകാരം പ്രതിപക്ഷ നേതാവിന് ആദ്യത്തെ ഏതെങ്കിലും നിരകളിലാണ് സാധാരണയായി ഇരിപ്പിടം നൽകാറുള്ളതെന്നും അവർ വിശദീകരിച്ചു. എന്നാൽ അടൽ ബിഹാരി വാജ്പേയിയുടെ കീഴിലുള്ള BJP ഭരണകാലത്ത് സോണിയാഗാന്ധിക്ക് എല്ലായ്പ്പോഴും 1-ാം നിരയിൽ സീറ്റ് അനുവദിച്ചിരുന്നുവെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു പാർട്ടിക്കും സഭയുടെ 10-ലൊന്ന് അംഗബലമില്ലാത്തതിനാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം 10 വർഷമായി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രതിപക്ഷ നേതാവിന് ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല.